ഫ്യൂഷൻ ഫീഡം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സ്ത്രീ ജീവിതം നിറഞ്ഞ ഒരു നഗരത്തിനുള്ളിൽ, പക്ഷേ അവളുടെ ജീവിതം മാത്രം ശൂന്യം. ചുറ്റും ശബ്ദങ്ങൾ, ചിരികൾ, സംസാരങ്ങൾ എല്ലാം നടക്കുന്നു. പക്ഷേ ആ ശബ്ദങ്ങളിൽ ഒന്നിലും അവൾക്ക് സ്വന്തമായി ഒന്നുമില്ല. കൂടെ ഇരുന്ന് ഒരു കപ്പ് ചായ കുടിക്കാൻ, ഒരു ദിവസത്തെ കഥ പറയാൻ, എനിക്കെങ്ങനെ തോന്നുന്നു എന്ന് തുറന്നു പറയാൻ ഒരാൾ പോലുമില്ല. പേര് ലക്ഷ്മി, 35 വയസ്സ്. പുറത്തു നോക്കുമ്പോൾ അവളൊരു സാധാരണ സ്ത്രീ. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു നിശബ്ദ നിലവിളി നടക്കുകയാണ്. ആരും കേൾക്കാത്ത, ആരും കാണാത്ത ഒരു ജീവിതത്തിൻ്റെ കഥ. അവളൊരു ജോലിക്കാരിയാണ്. പക്ഷേ അവൾ ജോലിക്ക് പോയാലും ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. അവൾ അവളുടെ എല്ലാ വികാരങ്ങളും ഉള്ളിലൊതുക്കി ജീവിക്കുകയാണ്. അവൾ വീട്ടിൽ നിന്ന് നേരെ ജോലിക്ക് പോകും. അത് കഴിഞ്ഞാൽ ഉടനെ വീട്ടിലെത്തും. ആരോടും അധികം സമ്പർക്കമൊന്നുമില്ല. അവളുടെ വീട്ടിൽ അവളും അവളുടെ ഒരു പൂച്ചയും പിന്നെ കുറച്ച് പുസ്തകങ്ങളും മാത്രം. പിന്നെയുള്ളത് അവളുടെ ഒരു ഡയറിയാണ്. എല്ലാ ദിവസവും അവൾ ഉറങ്ങുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം നടന്നത് എന്തൊക്കെയാണെന്ന് എല്ലാം എഴുതി വയ്ക്കും. ഒരു ദിവസം രാത്രി അവൾ ഡയറി എഴുതുന്നതിനിടെ ഇങ്ങനെ എഴുതി: ഞാനിന്ന് ഭയങ്കര സങ്കടത്തിലായിരുന്നു. എനിക്ക് ആരോടും മിണ്ടാനോ പറയാനോ ഒന്നിനും ഒരു മനസ്സ് വരുന്നില്ല. പക്ഷേ അവളൊരു സ്ത്രീയല്ലേ, അവൾക്ക് എല്ലാ വികാരങ്ങളുമുണ്ട്. അവളുടെ അയൽപ്പക്കത്ത് അങ്ങനെ ആരും തന്നെയില്ല. ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും, ഇവിടെ അയൽപ്പക്കത്തെ വീട്ടിൽ ഒരു പയ്യനുണ്ടായിരുന്നെങ്കിൽ എനിക്കെൻ്റെ വികാരങ്ങളെല്ലാം അവനിൽ കാണിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ആരുമില്ലല്ലോ. ഒരു കൊച്ചു പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. കാരണം ഏകദേശം എൻ്റെ പ്രായത്തിലുള്ളവർക്ക് അതിനുള്ള ശക്തിയുമില്ല, താല്പര്യക്കുറവും ഉണ്ടായിരിക്കും. അവളൊരു അധ്യാപികയാണല്ലോ. വൈകിട്ട് ക്ലാസ്സുകൾ കഴിഞ്ഞ് വീട്ടിലെത്തി എല്ലാ തിരക്കുകൾക്കും ശേഷം ഉറങ്ങാൻ നേരം പതിവ് പോലെ തന്നെ ഡയറി എഴുതാൻ തുടങ്ങി. പക്ഷെ കുറച്ച് എഴുതി കഴിഞ്ഞപ്പോൾ അവളുടെ കൈ നിശ്ചലമായി. അവൾക്ക് എഴുതാൻ കഴിയുന്നില്ല. അവളുടെ മനസ്സിലേക്ക് ഓരോ ചിന്തകൾ കടന്നു വരാൻ തുടങ്ങി. അവൾക്ക് പശ്ചാത്താപം തോന്നി തുടങ്ങി. കാരണം അവൾ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. ആരോടും അങ്ങനെ സമ്പർക്കമൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി അവൾ പറയും. അവളുടെ സഹപ്രവർത്തകർ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വിളിച്ചാൽ പോലും അവൾ പോകാറില്ല. അവൾ പുറത്തേക്ക് നോക്കി മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറ്. ആരുടെയും കൂടെ ഇരുന്നു പോലും അവൾ ഒന്നും കഴിക്കാറില്ല. അവൾ അങ്ങനെ നടക്കുന്നതും ആരോട് സംസാരിക്കാത്തതും ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അവളോട് എന്താണ് പറ്റിയതെന്നോ, എന്താണ് ഇങ്ങനെ ആരോട് സംസാരിക്കാതെ ഇരിക്കുന്നതെന്നോ ചോദിക്കാനോ ഒന്നിനും ആരുമില്ല. അപ്പോൾ അവൾക്ക് ഇതെല്ലാം ആണ് അവളുടെ പശ്ചാത്താപം തോന്നുവാൻ കാരണം. അവൾ ആ ഡയറി അടച്ചു വെച്ചു. അടുത്ത ദിവസം പതിവ് പോലെ തന്നെ കോളേജിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി. അവളുടെ മനസ്സിലേക്ക് പിന്നെയും ഈ കാര്യങ്ങളെല്ലാം കടന്നു വരുന്നു. അവൾ ഇതെല്ലാം ആലോചിച്ച് റോഡിലൂടെ പയ്യെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ബസ് വരാൻ ഇനിയും 5 മിനിറ്റ് സമയമുണ്ട്. അവൾ ഇതെല്ലാം ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ കൂടെ അവിടെ ബസ് സ്റ്റോപ്പിലിരുന്ന കുറച്ച് സ്ത്രീകൾ അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളും സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളും എല്ലാം പങ്കുവെക്കാൻ തുടങ്ങി. അതെല്ലാം കേട്ടപ്പോൾ അവൾ ഒന്ന് ചിന്തിച്ചു, എനിക്കും ഇങ്ങനെ സംസാരിക്കാൻ ഒന്നും ആരുമില്ലല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ അവൾ പയ്യെ ആളുകളോട് സംസാരിക്കുവാൻ തുടങ്ങി. ആളുകളോട് സമ്പർക്കം വയ്ക്കുവാൻ തുടങ്ങി. അവൾ പയ്യെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾ കോളേജിലെ സ്റ്റാഫ് റൂമിൽ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ഒരു വിദ്യാർത്ഥി അവളോട് സംശയം ചോദിക്കുവാൻ അവളുടെ അടുത്തേക്ക് എത്തിയത്. അങ്ങനെ അവൾ സംശയമൊക്കെ പറഞ്ഞു കൊടുത്ത് അവൻ അവിടുന്ന് പോയി. അവൻ്റെ പേരാണ് അശ്വിൻ. അവന് 24 വയസ്സുണ്ട്. അങ്ങനെ സമയം 4 മണിയായി. അന്നത്തെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞു. എല്ലാവരും കോളേജിൽ നിന്ന് ഇറങ്ങി. ലക്ഷ്മി അവളുടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു. അന്നേരമാണ് അശ്വിൻ അതേ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നത്. കാരണം ഇരുവരും ഒരേ റൂട്ടിലാണ് പോകുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ലക്ഷ്മി അശ്വിനോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും സംശയം പഠിക്കുന്നതിനെക്കുറിച്ചുണ്ടെങ്കിൽ വൈകിട്ട് വീട്ടിലേക്ക് വന്നാൽ മതി. നിനക്ക് ഞാൻ ട്യൂഷൻ എടുക്കാം. അപ്പോൾ അശ്വിൻ ലക്ഷ്മിയോട് ചോദിച്ചു, എങ്ങനെയാണ് ടീച്ചറെ ട്യൂഷൻ്റെ സമയമൊക്കെ? എപ്പോഴാണ് ട്യൂഷൻ തുടങ്ങുന്നത്? എപ്പോൾ അവസാനിക്കും? ഏത് സബ്ജക്റ്റാണ് ട്യൂഷൻ എടുക്കുന്നത്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, വൈകിട്ട് 4 മണി തൊട്ട് 10 മണി വരെയാണ് ട്യൂഷൻ. അപ്പോൾ അവൻ ചോദിച്ചു, അത്രയും നേരം വേണോ ടീച്ചറെ? വീട്ടിൽ സമ്മതിക്കത്തില്ല എന്ന്. അതിനുശേഷം അവനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി, ഞാൻ വരാൻ ടീച്ചറെ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എല്ലാ ദിവസവും അവൻ ട്യൂഷന് വരുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്തോറും ടീച്ചറിന് അവനോടൊരു താല്പര്യം തോന്നി തുടങ്ങി. അപ്പോൾ അവൾ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ സ്വപ്നങ്ങളെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുവാണല്ലോ എന്ന്. അങ്ങനെ അവൾ പയ്യെ അവളുടെ വികാരങ്ങളെല്ലാം അവനോട് കാണിക്കുവാൻ തുടങ്ങി. അതിൽ അവനും ഓക്കെ ആയിരുന്നു. അങ്ങനെ ടീച്ചർ എന്ത് കാണിച്ചാലും അവനും അതിനൊപ്പം നിൽക്കുമായിരുന്നു.
ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ പതിവ് പോലെ രാവിലെ കോളേജിൽ പോകും, വൈകിട്ട് വീട്ടിൽ വന്നിട്ട് അവന് ട്യൂഷൻ എടുക്കും. അവൾ ആളുകളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അവളുടെ ഉള്ളിലെ മുഖം അവൾക്കും അവനും മാത്രമേ അറിയത്തുള്ളായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്കൊടുവിൽ ലക്ഷ്മിയും അശ്വിനും വിവാഹിതരായി. അവർ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. അവരുടെ ജീവിതം ഇനിയും മുമ്പോട്ട് പോകും.